സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അജ്മൽ, കനത്ത ചൂടാണ് പുറത്ത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്? സംസ്ഥാനം കനത്ത ചൂടിൽ ചുട്ടുപൊള്ളാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇതിന് വലിയ തോതിലുള്ള കുറവൊന്നും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ കാര്യമായ മഴയ്ക്കും അടുത്ത ദിവസങ്ങളിലൊന്നും സാധ്യതയില്ലെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ 12 ജില്ലകൾ യെല്ലോ അലർട്ടാണ്. അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും അടുത്ത ദിവസങ്ങൾ താപനില ഉയരാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ്, തിരുവനന്തപുരത്തെ. ഇവിടെയൊക്കെ ഈ ഉപജീവന മാർഗ്ഗങ്ങൾ ഈ ചൂട് കാരണം വലിയ പ്രതിസന്ധിയിലായ തൊഴിലാളികൾ കൂടി ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ചേട്ടാ, ഓട്ടോ ഡ്രൈവർമാരാണ്. നിങ്ങളെ ഈ ചൂട് ഇപ്പോൾ ഏത് വിധത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? അയ്യോ, വല്ലാത്ത കഷ്ടം. ചൂടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. രാവിലെ ഇരിക്കാൻ തുടങ്ങിയാണ്. ഒരു വണ്ടി ഓട്ടം വന്നാൽ പോലും ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ചൂടാണ്. അത് ഇരുന്ന് ഓട്ടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രമാത്രം ചൂടാണ്. നിങ്ങൾക്ക് ഈ ആരോഗ്യ വകുപ്പിന്റെ ചില മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. ഈ 11 മണി മുതൽ 3 മണി വരെ വെയിൽ നേരിട്ട് ഏൽക്കരുത്, അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഉണ്ട്, സൂര്യതാപത്തിനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ അറിഞ്ഞായിരുന്നു? മുന്നറിയിപ്പുകളൊക്കെ അറിഞ്ഞായിരുന്നു? ആരോഗ്യ വകുപ്പും എല്ലാ വകുപ്പുകളും പറഞ്ഞാലും ഞങ്ങളെ കുടുംബം വെള്ളം കുടിക്കണമെങ്കിൽ ഈ വെയിലത്ത് കിടന്നാലേ പറ്റുള്ളൂ. അവർക്ക് അവിടെ ഇരുന്ന് പറയാം, ഏസിക്കകത്തിരുന്ന്. നമുക്ക് ഇതായിരിക്കും സിറ്റിക്കകത്ത് കിടക്കണം, നമ്മൾ ഒരു രൂപ പോലും ഓടാണ് കിടക്കണം. അപ്പം വെള്ളവും ഇല്ല, ഒന്നുമില്ല. മനുഷ്യൻ പട്ടിണിയുണ്ട്, വറുതിയിലാണ്. ചേട്ടാ, നിങ്ങളൊക്കെ എങ്ങനെ വീട്ടിലൊക്കെ വെള്ളം ഉണ്ടോ? ഈ ചൂട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊന്നുമില്ല, ചിലപ്പോൾ ഒന്നും വെള്ളം കിട്ടൂല, ബുദ്ധിമുട്ടാണ്. ആളുകൾ അങ്ങനെ അധികം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയത് വെള്ളങ്ങൾ എടുക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് വെള്ളം ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ വിതരണത്തിലും കുറവുണ്ട്. അപ്പോൾ ഈ താപനില കൂടിയപ്പോൾ കൂടിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് വെള്ളം കുറവുണ്ട്. അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ട്. നമ്മൾ പലതും വെള്ളം എടുത്താൽ നമ്മൾ വീട്ടിൽ കഴിയുന്നത്. അസിത, ഈ പറഞ്ഞതുപോലെ ഇതാണ് അവസ്ഥ. നഗരത്തിന്റെ പല പ്രദേശങ്ങളും അല്ലെങ്കിൽ തന്നെ വെള്ളം വിതരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പ്രതിസന്ധിയിൽ തുടരുകയാണ്. അതിന്റെ കൂടി ഈ ചൂടിന്റെ കൂടി പശ്ചാത്തലത്തിൽ വെള്ളത്തിന്റെ അളവും വലിയ തോതിൽ കുറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ KCB കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. 6000 മെഗാവാട്ട് വരെ നമ്മുടെ ദൈനംദിന വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട്. അത് സംസ്ഥാനത്തെ വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. ഏതായാലും അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് മഴയ്ക്ക് സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഉയർന്ന താപനില തുടരുക കൂടി ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനം കൂടുതൽ വൈദ്യുതി നിയന്ത്രണങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ മുന്നറിയിപ്പുകളിലേക്കും കടക്കേണ്ട സാഹചര്യമാണ് നിലവിൽ. കനത്ത ചൂട് വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുകയാണ്. അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.